നമസ്കാരം. അതിവേഗ പാതകളിൽ വേഗത കുറച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മറ്റ് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അപകടങ്ങളും കാരണമാണ് ഇത്തരത്തിൽ ഒരു ആവശ്യമുയരുന്നത്. അടുത്ത 6 മാസത്തിനകം പ്രാബല്യത്തിൽ വരുന്ന ഫെഡറൽ ട്രാഫിക് നയത്തിൽ വേഗം കുറച്ച് ഓടിക്കുന്നവർക്കെതിരെ ശിക്ഷ കടുപ്പിക്കണമെന്നാണ് ഗതാഗത മേഖലയിൽ നിന്നുള്ളവരുടെ ആവശ്യം. മണിക്കൂറിൽ 140 കിലോമീറ്റർ വേഗപരിധിയുള്ള റോഡുകളിൽ ചിലർ 100 കിലോമീറ്ററിന് താഴെയാണ് വാഹനം ഓടിക്കുന്നത്. യുഎയിൽ കഴിഞ്ഞ വർഷം അതിവേഗ പാതകളിൽ പതിയെ ഓടിച്ചതിന് 4.9 ലക്ഷത്തിലധികം നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. 2023 ഇത് 3.14 ലക്ഷമായിരുന്നു. അതിവേഗ റോഡുകളിൽ വേഗം കുറച്ചതുകൊണ്ട് മാത്രം നൂറുകണക്കിന് അപകടങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ട്രാഫിക് കേസ് റിപ്പോർട്ടിൽ പറയുന്നത്. മുന്നിലെ വാഹനം വേഗം കുറയ്ക്കുമ്പോൾ നിശ്ചിത വേഗത്തിൽ വരുന്ന പിന്നിലെ വാഹനത്തിന് അതിവേഗം ലൈൻ മാറേണ്ടി വരും. ഇത്തരം ലൈൻ മാറ്റങ്ങൾ പലപ്പോഴും അപകടമുണ്ടാക്കും. അതിവേഗ ട്രാക്കിൽ മുന്നിലെ വാഹനം വേഗം കുറയ്ക്കുമ്പോൾ പിന്നിലെ വാഹനങ്ങൾ സഡൻ ബ്രേക്ക് ഇടുന്നത് കൂട്ടിയിടിക്കുകയും കാരണമാകുന്നു. അബുദാബി മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ 2023 ഏപ്രിൽ മുതൽ വേഗം കുറച്ച് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 140 വേഗമുള്ള ഈ റോഡിൽ കുറഞ്ഞ വേഗം 120 കിലോമീറ്ററാണ്. ഇവിടെ വലിയ വാഹനങ്ങൾക്ക് പ്രത്യേക ലൈനും നിശ്ചയിച്ചിട്ടുണ്ട്.